ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രവിയും സാച്ചിയും ശ്രീകാന്തും വർഷയും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അങ്ങനെ ചപ്പാത്തിയും കറിയും എടുത്ത് കൊടുക്കുമ്പോഴേക്കും വർഷയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാൻ. അന്നേരം നമ്മുടെ രേവതി ചോദിക്കും, എന്താ വർഷേ ഒന്നും കഴിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും എണീറ്റ് ഓടുകയാണ് കേട്ടോ വാഷ് ബേസിൻ്റെ അവിടേക്ക്. അപ്പം നമ്മുടെ രേവതി ആണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഇനി ഇവള് പ്രഗ്നന്റ് ആണോന്ന്. അന്നേരം രവി ചോദിക്കും, എന്തെങ്കിലും ഫുഡ് പോയ്സൺ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അതിന് അവള് ഫുഡൊന്നും കഴിച്ചില്ലല്ലോന്ന്. അപ്പൊ ശ്രീകാന്ത് വിചാരിക്കും, ഇന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ, ഇവളിനി പ്രഗ്നന്റോ മറ്റോ ആണോന്ന്. അങ്ങനെ വർഷ തിരിച്ചു വന്ന് ഇരിക്കുന്ന നേരം നമ്മുടെ രവി പറയും, ഇന്ന് രാവിലെ മുതൽ 1-2 തവണ ഛർദ്ദിച്ചു എന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാട്ടണം. ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ വർഷയെ കൊണ്ടുപോയിക്കോന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ബാമയെയും കൂട്ടിയിട്ട് ആ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോവും. അവിടെ ചെല്ലുമ്പോൾ ആ സ്വാമി കണ്ണടച്ച് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയെ. അത് കാണുന്ന ചന്ദ്ര പറയും, ഇയാൾ കുറെ നേരമായല്ലോ ഉറങ്ങുന്നു, എന്നാൽ പിന്നെ ഇയാൾക്ക് കിടന്നുറങ്ങിക്കൂടെ, എന്തിനാ ഇരുന്ന് ഉറങ്ങുന്നേ, ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ബാമ പറയും, അയാൾ ഉറങ്ങുന്നല്ല, അയാൾ ധ്യാനത്തിലിരിക്കുവാന്നേ. അന്നേരം അയാൾ കണ്ണ് തുറക്കുന്നുണ്ട്. എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഒറ്റ കരച്ചിലാണേ, എനിക്കൊരു മകനുണ്ട്, പൊന്നുപോലെയാണ് ഞാൻ വളർത്തിയേ, നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യമുണ്ട്, അവനെ കൊണ്ട് ഞാൻ നല്ല കോടീശ്വരയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൾ കോടീശ്വരിയല്ല, ദരിദ്രവാസിയാണെന്ന് എന്ന് പറയുന്നതൊക്കെ ഇയാൾ കേട്ട് നിൽക്കട്ടോ. പിന്നെയും ചന്ദ്ര ഒരേ കരച്ചിലാണ് കേട്ടോ. ഞങ്ങളെ ചതിച്ചു സ്വാമിജി എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ട അത് പറയൂന്ന് പറയും. അന്നേരം അവരെ തമ്മിൽ പിരിക്കണം, അവളെ ഇപ്പോഴും എൻ്റെ മകന്റെ പിന്നാലെ നടക്കുക എന്ന് പറയും. അങ്ങനെ അയാള് ഒരു ഏലസ് ജപിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൊണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവിടെ ഒരു പൂജാ റൂമിൽ സൂക്ഷിക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വെച്ച് വർഷയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ നേരം സിസ്റ്റർ വന്നിട്ട് പറയും, ഒരാളെ അകത്തേക്ക് കയറിയാൽ മതി എന്ന്. അത് വർഷ തന്നെ ഓട്ടോ കയറുക. അന്നേരം ഡോക്ടർ പറയും, ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറയും, നിങ്ങളെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാട്ടണം, ഇവിടെ തന്നെയുള്ള ഒരു ശ്രീദേവി ഡോക്ടർ ഉണ്ട്, അവരെ കാണിച്ചാൽ മതിയാവും എന്ന് പറയുമ്പോഴേക്കും അന്നേരം നമ്മുടെ വർഷയ്ക്ക് ഏകദേശം പിടികിട്ടുകയും ആകപ്പാടെ ഒരു ബേജാറാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് നമ്മുടെ ശ്രീകാന്തിനോടൊറ്റ പറയുകയും ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വീട്ടിലേക്ക് ഓടി വരികയാണ്. അവിടെ എത്തുമ്പോൾ നമ്മുടെ രേവതി ചോദിക്കുമ്പോൾ, ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോവാണ്. അന്നേരം നമ്മുടെ രേവതിയാണെങ്കിൽ ശ്രീകാന്തിനോട് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയും, എനിക്കറിഞ്ഞൂടാ, അവള് ഡോക്ടറെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാ, സാധാരണ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യണ്ടേ, ഇവള് ഇങ്ങനെയാ അവിടെ മുതൽ. അന്നേരം നമ്മുടെ രേവതി പറയും, ചിലപ്പോൾ സ്റ്റുഡിയോന്ന് വല്ല ഫോണും വന്ന് കാണും, അതായിരിക്കും ഇത്ര ടെൻഷൻ എന്ന് പറയും. ഇല്ല എടുത്തി, സ്റ്റുഡിയോയിൽ നിന്ന് ഫോണൊന്നും വന്നു, എന്താന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും അങ്ങ് പോവാട്ടോ. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞേ.